അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ ആറാമത്തെ പാർട്ട് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ, അതിന്റെ കോഞ്ചുഗേറ്റും മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ് ലാസ്റ്റ് അഞ്ചാമത്തെ വീഡിയോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആറാമത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കുറച്ച് നമുക്ക് കണക്കുകൾ a+ib എന്ന ഫോമിൽ എഴുതാനായിട്ട് കുറച്ച് കണക്കുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കേ, സാധാരണ പരീക്ഷകളിൽ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രാക്ഷണൽ ഫോമിൽ രണ്ട് കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് വന്ന ഡിവൈഡ് ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് ഇങ്ങനെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ a+ib എന്ന ഫോമിലോട്ട് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡിവിഷൻ പോലെയാണ് p/q എന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ, റാഷണൽ ഫോമിലാണ് വരുന്നതെങ്കിൽ അതിനെ a+ib എന്ന ഫോമിലാക്കാൻ നമ്മൾ കോഞ്ചുഗേറ്റ് ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് a+ib എന്ന ഫോമിലാക്കുന്നത്. എങ്ങനെയാക്കുന്നത്, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം ഏതാണോ ആ കോംപ്ലക്സ് നമ്പറിന്റെ ടേം അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഗുണിക്കും. ഓക്കേ, എന്നാൽ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ ആ എക്സ്പ്രഷൻ എങ്ങനെയാണ് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞത്, നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗുണിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ 5 + √2i ഡിവൈഡ് ബൈ 1 - √2i ഈസ് ഈക്വൽ ടു, നമുക്ക് അത് തന്നെ ആദ്യം എഴുതാം. എന്താണ് 5 + √2i ഡിവൈഡ് ബൈ 1 - √2i. നമുക്ക് കോഞ്ചുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഇടുക. ഇനി ന്യൂമറേറ്റർ എന്താണ് ഡിനോമിനേറ്റർ കിടക്കുന്ന ടേം 1 - √2i ആണ്. അപ്പൊ അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താവും 1 + √2i. അത് ഡിനോമിനേറ്റർ ഗുണിക്കുക, ഇവിടെ ന്യൂമറേറ്റർ ഗുണിക്കുക 1 + √2i. ഇങ്ങനെ വരുന്ന എല്ലാ ചോദ്യത്തിലും ഈ രീതിയാണ് ചെയ്യുന്നത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കേ, അപ്പൊ എന്താണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഗുണിക്കും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാലും ഈ ടേമിന് എന്ത് ചെയ്യില്ല, വ്യത്യാസമില്ല. ഈ ടേം തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കേ, ഈ ന്യൂമറേറ്റർ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അറിയാലോ ന്യൂമറേറ്റർ ഏത് ഫോമാണ്, a+b * a - b ആണ്. ആദ്യം 5നെ 1 കൊണ്ട് ഗുണിക്കുന്നു. ആ 5നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര 5. ഓക്കേ, പിന്നെ 5നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു, √2i കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എത്ര 5 √2i. ഓക്കേ, അറിയാലോ. ഇനി അടുത്ത √2i നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു, √2i നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു, 1 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എത്ര √2i. √2i നെ 1 കൊണ്ട് ഗുണിച്ചാൽ √2i തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ √2i നെ എന്ത് കൊണ്ട് ഗുണിക്കും, നമുക്ക് √2i നെ കൊണ്ട് ഗുണിക്കുക. √2i നെ √2i കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും, 2i² എന്ന് കിട്ടും. ഓക്കേ, ഇപ്പൊ ന്യൂമറേറ്റർ ചെയ്ത് മനസ്സിലായല്ലോ. ഓപ്പൺ ചെയ്തു. ഇന്ന് നമ്മൾ ഒരുപാട് കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ ഏത് ഫോമിലാണെന്ന് ആദ്യം നോക്കുക. a+b * a - b * a+b. എല്ലാവർക്കും അറിയാം a - b * a+b എന്നത് a² - b² ആണ്. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ ചെയ്തതാണ് ആ ഫോം എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ കിടക്കുന്ന ഏത് ഫോമിലാണ്, a+b * എന്താണ് a - b എന്ന ഫോമിലാണ്. എന്താണ് a+b * a - b എന്ന് ചോദിച്ചാൽ എന്താണ് a² - b² എന്ന ഫോമിലാണ്. എന്താണ് a² - b². അങ്ങനെയാണ് a യുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ് കിടക്കുന്നത്, b യുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ് √2i ആണ് കിടക്കുന്നത്. അപ്പോൾ a² - b² എന്ന ഫോമിലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിനെ മാറ്റാം. a² - b² എന്ന ഫോമിലോട്ട് ആവുമ്പോൾ a² എന്ന് പറയുമ്പോൾ ഇവിടെ 1ന്റെ സ്ക്വയർ മൈനസ് എന്താണ് √2i യുടെ സ്ക്വയർ. എന്താണ് 1ന്റെ സ്ക്വയർ മൈനസ് √2i². ഓക്കേ, സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാം. ഓക്കേ, അടുത്തത് 5 ആദ്യം എഴുതാം. 5 + 5 √2i √2i 5 √2i √2i ആഡ് ചെയ്യുമ്പോൾ 5 √2i ഇവിടെ 1 √2i ആണ് നടക്കുന്നത്. √2i എന്ന് പറഞ്ഞാൽ 1 √2i ആണ്. അപ്പോൾ എത്ര 6 √2i ആണ് വരുന്നത്. എന്താണ് 6 √2i. എല്ലാവർക്കും അറിയാലോ i² എത്രയാണെന്ന്, -1 ആണ്. -1 × 2 എന്ന് പറയുന്നത് ഒരു -2. ഓക്കേ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ് 2i² എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 2 × i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എന്ത് വരും, -2 വരും. ഓക്കേ, ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ആണ് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ 1ന്റെ സ്ക്വയർ 1 ആണ്. ഓക്കേ, √2i² എന്ന് പറഞ്ഞാൽ √2 ന്റെ സ്ക്വയർ എത്രയാണ് 2, i യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ i². അപ്പോൾ എന്താണ് 2i². ഓക്കേ, ബാക്കി നമുക്ക് ഇങ്ങോട്ട് തന്നെ എഴുതാം. 5 ൽ നിന്ന് 2 കുറച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3,
3 പ്ലസ് 6 റൂട്ട് ഐ ഡിവൈഡഡ് ബൈ എന്താണ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മൈനസ് ഒന്നാണ് ഇവിടെ മൈനസ് കിടപ്പുണ്ട് അപ്പൊ എന്താണ് 1 പ്ലസ് 2 ഓക്കെ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ ഇപ്പൊ എന്താണ് 5 ന് 2 കുറയ്ക്കാനുള്ള 3 6 റൂട്ട് ഐ അങ്ങനെ എഴുതി ഡിനോമിനേറ്റർ 1 മൈനസ് 2 ഐ സ്ക്വയർ ആണ് താഴെ വരുമ്പോൾ 2 ഐ സ്ക്വയർ എന്തിനാണ് ആ മൈനസ് 2 ഇവിടുത്തെ മൈനസ് ആവുമ്പോൾ പ്ലസ് 2 ആവും ഓക്കെ അപ്പൊ എന്താവും 3 പ്ലസ് 6 റൂട്ട് 2 ഐ ഡിവൈഡ് ബൈ 3 ഓക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇത് മായ്ക്കാം ഇതിന്റെ ആവശ്യമില്ലല്ലോ ഓക്കെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെ എഴുതാം 3/3 അല്ലെങ്കിൽ 3/3 പ്ലസ് 6 റൂട്ട് 2 ഐ ബൈ 3 അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 3 ഉം 3 കട്ട് ചെയ്ത് പോകുമ്പോൾ ആൻസർ എത്ര കിട്ടും 1 പ്ലസ് 3 കൊണ്ട് 6 നെ കട്ട് ചെയ്യുമ്പോൾ 2 ആൻസർ എന്ത് കിട്ടും 1 പ്ലസ് റൂട്ട് 2 ഐ ഇവിടെ വരെ എഴുതിയാലും ശരിയാണ് ഞാൻ പിന്നെ ഒന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതിയതേ ഉള്ളൂ രണ്ടാക്കി എഴുതിയാൽ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതിയതെന്നുള്ളത് ഓക്കെ ആണ് നോക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 3 പ്ലസ് 6 റൂട്ട് ഐ ഡിവൈഡ് ബൈ 3 എന്നാണ് അത് രണ്ടാക്കി എഴുതുമ്പോൾ എങ്ങനെയാവും ഈ ഡിനോമിനേറ്റർ 3 ഈ ടേമിനും ഉണ്ടെന്ന് അറിയാലോ അപ്പൊ അത് രണ്ടാക്കി എഴുതാം 3/3 പ്ലസ് 6 റൂട്ട് ഐ ബൈ 3 ഓക്കെ ഈ 3 ഉം 3 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1 കിട്ടും 3 കൊണ്ട് ഇതിനെ 6 നെ കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും അപ്പോൾ 1 പ്ലസ് 2 റൂട്ട് 2 ആയി അതാണ് എൻ്റെ ആൻസർ ഓക്കെ 1 പ്ലസ് 2 റൂട്ട് 2 ആയി ആണ് ആൻസർ ഓക്കെ നമുക്കിവിടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം 2 മാർക്കിലേക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പും ഇതിനകത്ത് എഴുതിയിട്ട് വന്നിട്ടുമുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ റാഷണൽ ഫോമിലാണ് ഡിവിഷൻ ഫോമിലാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു കോംപ്ലക്സ് നമ്പറുമായി ഡിവിഷൻ ചെയ്താണ് വന്നിരിക്കുന്നതെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്ററിൽ മിക്കവാറും a plus b into a minus b എന്ന ഫോമിലാണ് വരുന്നത് അത് a square minus b square ആയിരിക്കും ന്യൂമറേറ്ററിൽ a plus b into c plus d ആയിരിക്കും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര 1 plus 2 root 2 അപ്പോൾ ടെസ്റ്റിൽ സോൾവ് ചെയ്തേക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം മുമ്പ് എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ ഏകദേശം ഓക്കേ ആവും നിങ്ങൾ ഓക്കേ 2 plus i divided by 2 minus i ഓക്കേ ഇത് നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ ചെയ്യാം ഫ്രാക്ഷണൽ ഫോമിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഇൻടു ചെയ്യാം ഓക്കേ ഇൻടു ചെയ്യാൻ നോക്കി എന്താവും തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ അതേകണക്ക് എഴുതി ഡിനോമിനേറ്റർ അതേകണക്ക് എഴുതി ബ്രാക്കറ്റ് എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇൻടു ചെയ്യും ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് 2 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് എന്താണ് 2 പ്ലസ് ഐ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ എന്ത് ചെയ്താൽ മതി ചേഞ്ച് ചെയ്താൽ മതി എന്താവും 2 പ്ലസ് ഐ ന്യൂമറേറ്ററിൽ എത്ര 2 പ്ലസ് ഐ ഓക്കേ ഉണ്ട് ഇൻടു ഓക്കേ ന്യൂമറേറ്ററിൽ ഇപ്പോ 2 പ്ലസ് ഐ ഇൻടു 2 പ്ലസ് ഐ എന്താണ് 2 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ന്യൂമറേറ്ററിൽ ഓക്കേ ഡൗട്ട് ഉണ്ടോ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ a plus b into a minus b ആണ് എന്താണ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ b യുടെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് i ആണ് വേറെ ടേംസ് ഒന്നും അവിടെ വരുന്നില്ല ഓക്കേ അവിടെ ടേംസ് ഒന്നുമില്ല സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് അപ്പോൾ കോൺജുഗേറ്റ് ആയ 2 plus i കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു ന്യൂമറേറ്ററിൽ 2 plus i into 2 plus i അപ്പോൾ എന്താവും 2 plus i the whole square ഡിനോമിനേറ്ററിൽ a plus b into a minus a plus b into a minus b എന്ന ഫോമിലാണ് അതുകൊണ്ട് a square minus b square കിടന്നു ന്യൂമറേറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എന്താണ് a square a plus b the whole square എന്ന് പറഞ്ഞാൽ a square plus 2ab plus b square അപ്പോൾ a square എന്ന് പറയുമ്പോൾ 2 square plus 2ab 2 into i plus എന്താണ് b square okay plus b square okay whole divided by രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് 4 മൈനസ് i square എന്ന് പറഞ്ഞാൽ മൈനസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2 plus i the whole square ആണ് a square plus 2ab plus i square b square ഇവിടെ a യുടെ സ്ഥാനത്ത് 2 ആണ് b യുടെ സ്ഥാനത്ത് i എന്ന ടേം മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടിന്റെ സ്ക്വയർ 4 ആണ് എല്ലാവർക്കും അറിയാം മൈനസ് i യുടെ സ്ക്വയർ എന്താണ് മൈനസ് 1 ഓക്കേ നമുക്ക് രണ്ടിന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം 4 2 into 2 4 4i അപ്പോൾ 4i i square minus 1 all divided by 4 minus 1 ആണ് ആൻസർ എത്ര കിട്ടും 5 എന്ന് കിട്ടും ഓക്കേ അപ്പോൾ 4 ന്ന് 1 മൈനസ് ചെയ്ത ആൻസർ എത്ര കിട്ടും പിള്ളാരെ 3 plus 4i divided by 5 ഓക്കേ ഇത്ര 4 minus 1 ന്റെ 3 ആണ് 3 plus 4i ഡിനോമിനേറ്ററിൽ എത്രയേ ഉള്ളൂ 5 അതാണ് ആൻസർ വേണം അതിനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം രണ്ടാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും 3/5
പ്ലസ് 4/5i. ഇങ്ങനെ വേണം രണ്ടാക്കി എന്ത് ചെയ്യാം, a പ്ലസ് ഐ എന്ന ഫോമിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോമിലാണ് വരുന്നതെങ്കിൽ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ടാണ് ടേം വരുന്നതെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിനോമിനേറ്റർ മിക്കവാറും a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ടേം ഐഡന്റിറ്റി ആയിരിക്കും വരുന്നത്. ന്യൂമറേറ്ററിൽ a പ്ലസ് b ഹോൾ സ്ക്വയറോ a മൈനസ് b ഹോൾ സ്ക്വയറോ ഏതെങ്കിലും ടേം വരും, അല്ലെങ്കിൽ തന്നെ a പ്ലസ് b ഇൻറ്റു c പ്ലസ് d എന്ന് പറയുന്ന ഐഡന്റിറ്റി അവിടെ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ a പ്ലസ് ഐ എന്ന ഫോം കിട്ടും. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് അതിന്റെ പോലും ആവശ്യമില്ല. കാരണം ന്യൂമറേറ്ററിൽ 2 പ്ലസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ ഹോൾ സ്ക്വയർ, ഡിനോമിനേറ്ററിലും a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണ്, 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ 4 മൈനസ് മൈനസ് 1, 2ന്റെ സ്ക്വയർ 4, 2 ഇൻറ്റു 2 ഇൻറ്റു ഐ 4i ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. 4 ൽ 1 കുറയ്ക്കുമ്പോൾ 3 പ്ലസ് 4i ഹോൾ ഡിവൈഡ് ബൈ 5. 3 plus 4i divided by 5 നെ എങ്ങനെ എഴുതാം, നമുക്ക് 3/5 plus 4/5. ഓക്കേ, ഇതാണ് a plus i എന്ന ഫോമിലാക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ. ഓക്കേ, അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്രസ് ദി ഫോളോയിങ് ഇൻ ദ ഫോം a plus i. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ ഇത് കാണുമ്പോൾ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ തോന്നും. വളരെ സിമ്പിൾ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പറിൽ പല എക്സാമുകൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരു ടേം തന്നിട്ട് അതിനെ a plus i എന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇത് കാണുമ്പോൾ ചിലപ്പോൾ 4-5 ടേം ന്യൂമറേറ്റർ ഇത് കൂടുതൽ ടേം വരാം. ഓക്കേ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതാം. നോക്കി, ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. നോക്കി, 3 plus i root 5, അടുത്തത് 3 minus i root 5 whole divided by root 3 plus root 2i minus root 3 minus. ഓക്കേ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം. ന്യൂമറേറ്റർ ഏത് ഫോമിലാണെന്ന് ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂമറേറ്റർ ഏത് ഫോമിലാണ് കണ്ട, a plus b into a minus b എന്ന ഫോമിലാണ് ന്യൂമറേറ്റർ. a plus b into a minus b എന്ന ഫോമിലാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ പ്രത്യേകിച്ച് ഒരു ഫോമിലും അല്ല. ഒരു കോംപ്ലക്സ് നമ്പറിൽ നിന്ന് മറ്റൊരു കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്തിരിക്കുന്നു, മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ന്യൂമറേറ്റർ ആദ്യം നമുക്ക് കണ്ട 3 plus 5 root 5 ആയി, 3 minus root 5. അപ്പോൾ i ആദ്യം കിടക്കുന്നു, 2 കിടക്കുന്നു, അത് നോക്കേണ്ട ആവശ്യമില്ല. 3 തന്നെയാണ് ഇവിടെയും 3 തന്നെയാണ് a. ഇവിടെ root 5 ആയി, ഇവിടെ root 5 ആയി. അപ്പോൾ a plus b into a minus b എന്ന ഫോമിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്, മനസ്സിലാക്കി. അപ്പോൾ എന്താണ് a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 3 square minus ആര് root 5 i യുടെ എന്ത് സ്ക്വയർ, ആ ഫോമിലാണ് ന്യൂമറേറ്റർ. ഓക്കേ, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കേ, ആദ്യം ഇവിടെ root 3 പ്ലസ് എന്താണ് root 2i. ഓക്കേ, ഡൗട്ട് ഇല്ലല്ലോ. മൈനസ് ഒന്ന് ഓപ്പൺ ചെയ്യാം, മൈനസ് root 3 മൈനസ് കൊണ്ട് ഈ മൈനസിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും, ഈ മൈനസ് ആവുമ്പോൾ പ്ലസ് ആവും, പ്ലസ് root 2i. ഇത്ര ഓക്കേ അല്ലേ? മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് കൊണ്ട് root 3 ഓപ്പൺ ചെയ്യാം, മൈനസ് root 3 മൈനസ് എന്തിനാണ് പ്ലസ് root 2i ആയിട്ട് മാറും. ഇനി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് മാറ്റാം. ഈ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, മൈനസ് root 5i സ്ക്വയർ. root 5i സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനാണ്, 5i സ്ക്വയർ. root 5 ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാമല്ലോ 5 ആണ്. i യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനാണ്, i സ്ക്വയർ ആണ്. all divided by. ഓക്കേ, all divided by ഇവിടെ നമുക്ക് പ്ലസ് root 3 മൈനസ് root 3 എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ബാക്കി ആരേ ഉള്ളൂ, root 2i root 2i. ആ root 2i കൂട്ടുമ്പോൾ എത്ര കിട്ടും, നമുക്ക് കുറച്ച് താഴോട്ട് എഴുതാം കേട്ടോ. ഓക്കേ, കുറച്ച് താഴോട്ട് എഴുതാം. അപ്പോൾ ഇവിടെ 3ന്റെ സ്ക്വയർ 9, 9 മൈനസ് എന്താണ് 5i സ്ക്വയർ. ഓക്കേ, ഡിവൈഡഡ് ബൈ പ്ലസ് root 3 മൈനസ് root 3 യുടെ കട്ട് ചെയ്യും. root 2i root 2i യുടെ കൂട്ടുമ്പോൾ 2 root 2. ഓക്കേ, 2 root 2i. ഇത്രയും കാര്യം ഓക്കേ ആണല്ലോ. ഓക്കേ, ഇനി അടുത്തത് നമുക്ക് ഈ i സ്ക്വയർ എല്ലാവർക്കും അറിയാം എന്താണ് i സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, -1 ആണ്. i സ്ക്വയർ -1 ആണ്. ഒരുപാട് കണക്കിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തു തന്നെയാണ്. ആ മൈനസ് ഈ മൈനസ് കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എന്തിനാണ് 9 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യുന്നില്ല, 2 root 2i. ഓക്കേ, എന്താണ് 9 പ്ലസ് 5 എല്ലാവർക്കും അറിയാം. 9 പ്ലസ് 5 എത്രയാണ് 14, എത്ര 2 root 2i. ഓക്കേ, ഇത്രയും ഓക്കേ ആണ്. 9 പ്ലസ് 5 14 ആണ്, 2 root 2i. 2 കൊണ്ട് ആരെ കട്ട് ചെയ്യാം, 14നെ കട്ട് ചെയ്യാം. ആൻസർ 7. 7 ഡിവൈഡ് ബൈ root 2i. 7 ഡിവൈഡ് ബൈ root 2i. ഇവിടെ വരെ
പറയുന്നില്ല. ഡിനോമിനേറ്ററിൽ റൂട്ട് I എന്ന ടേം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കാം? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കേ, I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I into root 2 എന്തിനാണ് I square. അപ്പോൾ I കൊണ്ട് ഞാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കേ, അപ്പോൾ എന്തിനാവും 7I. അപ്പോൾ അവിടെ I square എന്ന് പറയുന്ന ടേം അവിടെ കിടപ്പുണ്ട്. I square എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. മൈനസ് എന്താണ് അവിടെ നമുക്ക് എഴുതാം. ആൻസർ -7i/√2 എന്നാണ് കിട്ടുന്നത്. ആൻസർ -7i/√2. വേണമെങ്കിൽ നമുക്ക് √2 കൊണ്ട് മുകളിലും താഴെ ഒന്നുകൂടെ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? √2 അങ്ങനെ ഒരു റിഡക്ഷൻ നമ്പർ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ √2 കൊണ്ട് മുകളിലും താഴെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് -7√2i. √2 നെ √2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കേ, ഇതാണ് എന്റെ ഫൈനൽ ആൻസർ. a + ib എന്ന ഫോമിൽ എഴുതാൻ പറയുമ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് 0 ആണ്. 0 - 7√2 ഡിവൈഡ് ബൈ 2i. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കേ, ചെയ്തു തന്നിരിക്കുന്ന സ്റ്റെപ്പ് പോവാ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തത് പോയേക്കുന്നത്. ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ബേസിക് ആയിട്ടുള്ള മാത്സ് മാത്രമേ ഉപയോഗിച്ചു. ഒരു കോംപ്ലിക്കേഷനും വന്നിട്ടില്ല. ഈ ന്യൂമറേറ്ററിൽ a + b * a - b ആണ്. അത് a² - b² ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പർ മൈനസ് ചെയ്യാണ്. ഞാൻ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ √3 -√3 കട്ട് ചെയ്തു പോയി. ഇത് a² - b² ആണ്. a² 9 ആണ്. 9 - 5i². ഓക്കേ, ഈ √2i കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2√2i എന്ന് കിട്ടും. 9 ഇവിടെ i² മൈനസ് എന്നാണ്. ഇവിടെ മൈനസ് ആവുമ്പോൾ 9 + 5 എന്നാവും. 2√2i. 9 5 കൂട്ടുമ്പോൾ 14 ഡിവൈഡ് ബൈ 2√2i. ആ 2 കൊണ്ട് ഞാൻ 14 കട്ട് ചെയ്യുമ്പോൾ 7. ആൻസർ 7/√2i. ഇവിടെ വരെ ഏകദേശം ആൻസർ ആയി. ഓക്കേ, എന്നാൽ നമ്മൾ i കൊണ്ട് മുകളിൽ താഴെ ഡിനോമിനേറ്ററിലാണ് i വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും i കൊണ്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 7i ഡിവൈഡ് ബൈ i². i² എല്ലാവർക്കും അറിയാം മൈനസ് ആണ്. മൈനസ് മുകളിൽ എഴുതിയാലും താഴെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കേ, 7 - 7i ഡിവൈഡ് ബൈ √2 ആണ്. ഈ ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ ആയ √2 ആണ് വന്നേക്കുന്നത്. വീണ്ടും √2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ -7√2i ഡിവൈഡ് ബൈ √2 നെ √2 കൊണ്ട് ഗുണിച്ചാൽ i ആണ്. അപ്പോൾ 0 - 7√2 ഡിവൈഡ് ബൈ 2i എന്ന് കിട്ടും. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. a + ib എന്ന ഫോമിൽ എഴുതുന്ന എക്സർസൈസ് 5.1 അവസാന ചോദ്യം കൂടിയാണ് ഇത്. സെപ്പറേറ്റ് ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ് a + ib എന്ന ഫോമിൽ എഴുതുന്നത്. ഓക്കേ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. a + ib എന്ന ഫോമിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ന്യൂമറേറ്ററിൽ 2 ടേം കാണും, ഡിനോമിനേറ്ററിൽ ഒരു ടേം കാണും, ന്യൂമറേറ്ററിൽ ഏതെങ്കിലും ഒരു ടേമിന്റെ സ്ക്വയർ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെയൊക്കെ 2009 ചോദിച്ച ബോർഡ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്സിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആദ്യം അതിനെ അറേഞ്ച് ചെയ്യുക. ഓക്കേ, അതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കേ, നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. അത് 2 - i ആണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 1 - i into 1 + 2i. ഓക്കേ, നമുക്ക് ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒന്നും ചെയ്യാൻ നമുക്കില്ല. അവിടെ ഒറ്റ കോംപ്ലക്സ് നമ്പറേ ഉള്ളൂ. അതങ്ങ് എഴുതി. ഡിനോമിനേറ്ററിൽ 1 into 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 2i എന്ന് പറഞ്ഞാൽ +2i. ഓക്കേ, അടുത്ത -i into 1 എന്ന് പറഞ്ഞാൽ -i. -i into 2i എന്ന് പറഞ്ഞാൽ -2i². സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയാം. നമ്മൾ ചെയ്തത് ന്യൂമറേറ്റർ അതിനൊക്കെ എഴുതി. ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിച്ചതാണ്. അത് നമ്മൾ എഴുതി. ഓക്കേ, അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ 2 - i തന്നെയാണ്. അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്ററിൽ നമ്മൾ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? 1 ഇതിനകത്ത് 1 നമ്മൾ അതേ കണക്ക് എഴുതി. 1 2i i കുറച്ച i ആണ് കിട്ടുന്നത്. ഇവിടെ i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ മൈനസ് കൊടുത്ത് മൈനസ് ആവുമ്പോൾ പ്ലസ് എന്താവും? 2 ആവും. എന്താണ്? 2 ആവും. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എന്തിനാവും? 2i ഡിവൈഡഡ് ബൈ 1 ഉം 2 കൂടെ കൂട്ടിയാൽ 3. ആൻസർ എത്ര? 3 + i എന്ന് വരും. ഓക്കേ, ഇതാണ് 3 + i എന്ന് വരും. ഓക്കേ, നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കേ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു ടേം, ഡിനോമിനേറ്ററിൽ 2 കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 കോംപ്ലക്സ് നമ്പറും ഗുണിച്ചിരിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതാണ് മൾട്ടിപ്ലൈ ചെയ്തു. അറിയാലോ, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. ഓക്കേ, അപ്പോൾ അതിന്റെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ അറേഞ്ച് ചെയ്യാം. എന്താണ്? 1 അതേ കണക്ക് എഴുതി.
2i ന്ന് i കുറച്ച i minus 2i square എന്ന് പറഞ്ഞാൽ i square minus എന്നാണ് minus into minus 2 ആണ് 2 into 3 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ് 3 plus i ഇനി നമുക്ക് നോക്കിയേ ഇനി നമുക്ക് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇത് നമുക്ക് നേരത്തെ ഫോം തന്നെ വന്നു മോളിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് താഴെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് നമുക്ക് ഇനി ഡിനോമിനേറ്റർ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം എത്ര 3 minus i ഓക്കേ ഓക്കേ ഇവിടെ എത്രയാണ് 3 minus i ഓക്കേ മൾട്ടിപ്ലൈ ചെയ്യാം ഈ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം നേരത്തെ ഇനിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ ഇത് മാത്രമുള്ള കണക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു ഈ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ള ചെയ്ത ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും അത് 2 കൊണ്ട് ആരെ ഗുണിക്കണം 3 നെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും 6 കിട്ടും 2 കൊണ്ട് i നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാണ് ആ മൈനസ് i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2i അടുത്ത മൈനസ് i കൊണ്ട് 3 യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും -3i അടുത്ത മൈനസ് i കൊണ്ട് ആരെ അറിയാലോ ആരെ 2 കൊണ്ട് 3 നെ 2 കൊണ്ട് മൈനസ് i യെ മൈനസ് i കൊണ്ട് 3 നെ മൈനസ് i യെ മൈനസ് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് n സ്ക്വയർ i യുടെ സ്ക്വയർ ഓക്കേ താഴെ a plus b into a minus b ആണ് ഇതിനെ a square minus b square ആണ് ആരുടെ സ്ക്വയർ 3 ന്റെ സ്ക്വയർ മൈനസ് ആരുടെ സ്ക്വയർ i യുടെ സ്ക്വയർ ആണ് ഓക്കേ is equal to ആ 6 ഞാൻ അങ്ങനെ എഴുതി 6 മൈനസ് -2 യും -3 യും കൂടെ ആവുമ്പോൾ എത്ര വരും -2 -3 കൂടെ ആവുമ്പോൾ -5 ഇല്ലേ അപ്പോൾ എത്ര -5i i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് -1 ഡിവൈഡഡ് ബൈ 3 ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 9 മൈനസ് i യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ് -1 ഇത്ര ഓക്കേ അല്ലേ സിംപ്ലിഫൈ ചെയ്ത് എഴുതി വരുന്നതാണ് is equal to 6 ന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും 5 ആൻസർ 5 5i 9 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 ആണ് കേട്ടോ ഓക്കേ എത്ര കിട്ടും 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 10 കിട്ടും ഓക്കേ ഇതാണ് നമ്മൾ ആൻസർ വേണം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം അതിനെ എങ്ങനെ എഴുതാം 5/10 മൈനസ് 5i 10 നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്താണ് 5/10 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ് 1/2 കട്ട് ചെയ്യുക 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ 2 മൈനസ് 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ 2 എത്ര 1/2 മൈനസ് 1/2 ആയി കിട്ടും ഓക്കേ നല്ലൊരു ചോദ്യമാണ് അപ്പോൾ ഇതിനകത്ത് ഡിനോമിനേറ്ററിൽ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഒന്ന് ചെയ്യുക ഓക്കേ ന്യൂമറേറ്റർ ഒറ്റ ടേമേ ഉള്ളൂ അതാണ് ഞാൻ അങ്ങനെ എഴുതി ഡിനോമിനേറ്റർ രണ്ടെണ്ണം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 2i മൈനസ് 2 minus i divided by 3 plus i എന്നാണ് കിട്ടിയത് അതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു കോഞ്ചുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിനോമിനേറ്ററിൽ a square minus b square എന്ന ഫോം ആണ് അതെല്ലാം ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് 1/2 minus 1/2 ആയി കിട്ടി ഈ ടൈപ്പിലുള്ള ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിമ്പിൾ ആണ് ഇത്തിരി പഠിച്ച അതേ രീതിയിൽ തന്നെ മെത്തേഡ് തന്നെ ചെയ്തു വരുന്നത് ഓക്കേ അടുത്തത് മുമ്പ് പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിനെയും ഏത് ഫോമിലോട്ട് തന്നെ ആക്കാൻ a + ib എന്ന ഫോമിലോട്ട് ആക്കുന്ന മറ്റൊരു ചോദ്യം അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നു 3 minus root of minus 16 divided by 1 minus root of minus 10 ഓക്കേ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ റൂട്ട് സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം പ്ലസ് റൂട്ട് ai എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചു പ്ലസ് ഓർ മൈനസ് ഇടാം നോർമൽ കേസിൽ നമുക്ക് എന്ത് എഴുതാം റൂട്ട് ഓഫ് മൈനസ് a റൂട്ട് ai എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കേ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് ടേമിനകത്തും റൂട്ടിനകത്തും എന്ത് വരും ആ നെഗറ്റീവ് നമ്പർ വരും എന്ത് വരും നെഗറ്റീവ് നമ്പർ അപ്പോൾ എന്ത് വരും റൂട്ടിനകത്ത് -16 എന്താണ് വരുന്നത് റൂട്ടിനകത്ത് -16 അപ്പോൾ എങ്ങനെ എഴുതാം റൂട്ട് 16i എന്ന് എഴുതാം റൂട്ട് 16i എന്ന് എഴുതുമ്പോൾ എന്തിനാവും ആൻസർ 4i എന്നാവും ഓക്കേ കൺവേർട്ട് ചെയ്ത് അതിനെ മാറ്റുക ഡിനോമിനേറ്ററിൽ അങ്ങനെ ഒരു ടേം ഉണ്ട് എന്താ റൂട്ട് ഓഫ് എന്ത് -9 റൂട്ട് ഓഫ് -9 എന്ന് പറഞ്ഞാൽ a യുടെ സ്ഥാനത്ത് 9 ആണ് അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പോൾ റൂട്ട് 9i എന്ന് വരും ആൻസർ 3a കണ്ടോ ഇത് ആദ്യം മാറ്റി എഴുതുക ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഇങ്ങോട്ട് കണക്ക് അങ്ങോട്ട് മാറ്റി എഴുതുന്നത് അപ്പോൾ ഈ ടേം ഒന്ന് മൊത്തത്തിൽ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും റൂട്ടിനകത്ത് മൈനസ് വന്നാൽ നമ്മൾ ഇമാജിനറി ആയ അയോട്ടെ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം നേരത്തെ ക്ലാസ്സുകളിൽ വീഡിയോ നമ്മൾ പറഞ്ഞത് ഓക്കേ അങ്ങനെയാണ് എങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം 3 മൈനസ്
റൂട്ട് ഓഫ് മൈനസ് 16 എങ്ങനെ എഴുതാം നമുക്ക് 4i എന്ന് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡിവൈഡ് ബൈ അടുത്തത് 1 മൈനസ് റൂട്ട് ഓഫ് മൈനസ് 9 നമുക്ക് 3i എന്ന് എഴുതാം അത്ര 1 മൈനസ് 3i ഈസ് ഈക്വൽ ഇനി നമുക്ക് കിട്ടി റാഷണൽ ഫോമിലാണ് കിടക്കുന്നത് ആരെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഒറ്റ ടൈമുള്ളൂ ഡിനോമിനേറ്റർ ഒറ്റ ടൈമുള്ളൂ അപ്പൊ നമുക്ക് കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറേറ്റർ അതേ കണക്ക് തന്നെ എഴുതാം അത്ര 3 മൈനസ് 4i ഡിനോമിനേറ്റർ 1 മൈനസ് 3i അല്ല അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മൾ 1 പ്ലസ് 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 പ്ലസ് 3i ഓക്കേ ഇനി നമുക്കെല്ലാം നേരത്തെ രീതിയിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും a plus b into a minus b എന്ന ഫോർമുലയാണ് a plus b into c plus d ആ ഫോർമുലയാണ് നടക്കുന്നത് ആദ്യം 3 നെ 1 കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ എത്ര കിട്ടും 3 അടുത്ത 3 നെ 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആദ്യം 3 നെ 1 കൊണ്ട് പിന്നെ 3 നെ 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര 9i അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത -4i നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര -4i അടുത്ത -4i നെ +3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ -12 എന്തിന്റെ സ്ക്വയർ i യുടെ എന്ത് സ്ക്വയർ ഓക്കേ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഹോൾ ഡിവൈഡഡ് ബൈ ഓക്കേ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് a plus b into a minus b ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല a square minus b square ആണ് അങ്ങനെ a യുടെ സ്ഥാനത്ത് 1 ആണ് b യുടെ സ്ഥാനത്ത് 3i ആണ് അപ്പോൾ അത്ര 1 ന്റെ സ്ക്വയർ മൈനസ് 3i യുടെ എന്ത് സ്ക്വയർ ഓക്കേ അടുത്തത് നമ്മൾ ന്യൂമറേറ്റർ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം 3 പ്ലസ് ഓക്കേ 9i minus 4i 9i ന്ന് 4i കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 5i കിട്ടും ഓക്കേ എത്ര കിട്ടും 5i കിട്ടും 12i square എന്ന് പറഞ്ഞാൽ 12i square എന്ന് പറയുമ്പോൾ 12 into -1 അപ്പോൾ എത്ര കിട്ടും -12 എന്ന് കിട്ടും ഓക്കേ എന്താണ് -12 എന്നാണ് കിട്ടും ഓക്കേ 12 into i square അപ്പോൾ 12 into -1 -12 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് അതിന് പകരം അവിടെ എന്ത് എഴുതാം -12 അവിടെ മൈനസ് ഇവിടെ മൈനസ് ഉണ്ട് അപ്പോൾ എന്ത് കിട്ടും +12 എങ്ങനെയാണ് പ്ലസ് കിട്ടുന്നത് അറിയാലോ i square എന്ന് പറഞ്ഞാൽ -1 ആണ് ആ മൈനസ് ഇവിടെ +12 ഹോൾ ഡിവൈഡഡ് ബൈ i ഒന്നിന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 1 ആണ് മൈനസ് 3i square എന്ന് പറഞ്ഞാൽ എത്ര 9i square അത്ര ഓക്കേ ആണ് ഓക്കേ അപ്പോൾ ഇനി അടുത്തത് 12 3 കൂടെ നമുക്ക് ആഡ് ചെയ്യാം 12 3 ആഡ് ചെയ്യുമ്പോൾ 15 പ്ലസ് എത്ര 5i ഡിവൈഡ് ബൈ i square എന്ന് പറഞ്ഞാൽ -1 ആണ് അപ്പോൾ എത്ര 1 9i square എന്നാണ് ഡിനോമിനേറ്റർ കിടക്കുന്നത് 1 9 into -1 അപ്പോൾ എത്ര 1 -9 ആൻസർ എത്ര 10 എന്ന് വരും ഓക്കേ ഡിനോമിനേറ്റർ എത്ര വരും 10 എന്ന് വരും ഓക്കേ ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യാം a + ib എന്ന ഫോർമുല എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെ എഴുതാം 15 divided by 10 plus 5i divided by 10 ഓക്കേ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3/2 പ്ലസ് എത്ര 1/2i ഇതാണ് ആൻസർ ഓക്കേ 3/2 പ്ലസ് 1/2i എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനെക്കാളും സിമ്പിൾ ആണ് പക്ഷെ ഒറ്റ കാര്യം വന്നിരിക്കുക ഈ റൂട്ട് ഓഫ് -16 നെയും റൂട്ട് ഓഫ് -9 നെയും ഏത് ഫോമിലോട്ട് ഇമാജിനറി ടേമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കേ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സിനെ a + ib എന്ന ഫോമിൽ കുറച്ച് ടേംസ് അതായത് ഫ്രാക്ഷണൽ ഫോമിൽ റാഷണൽ ഫോമിലുള്ള കുറച്ച് കോംപ്ലക്സ് നമ്പർ എന്നിട്ട് തന്നെ a + ib എന്ന ഫോമിൽ എഴുതുന്ന കുറച്ച് പ്രോബ്ലം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ആറാമത്തെ വീഡിയോയിൽ കോംപ്ലക്സ് നമ്പർ ആറാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതിനകത്ത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 5.1 ലെ ചില ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് റാഷണൽ ഫോമിൽ തരുന്ന ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് a + ib എന്ന ഫോമിൽ സിംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കേ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് a + ib എന്ന ഫോമിൽ എഴുതാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടോ മൂന്നോ ടേം ഉണ്ടെങ്കിൽ അതിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ആ റാഷണൽ ഫോമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം ഈ ടൈപ്പ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ എക്സസൈസ് 5.1 ലെ എല്ലാ ചോദ്യവും നമ്മുടെ ഈ വീഡിയോകളിലെല്ലാം കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോയിലായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോളാർ ഫോം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോമിന്റെ റെപ്രസെന്റേഷൻ എല്ലാം നമ്മൾ പഠിക്കും അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും ഓക്കേ ശരി